ഗൈസ്, എന്തിനാണ് ആൾക്കാർ ഈ ഡയറ്റിംഗ് കൊണ്ട് ഇത്രയും സ്ട്രെസ്ഡ് ആവേണ്ട കാര്യം, അല്ലെങ്കിൽ ഡയറ്റിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്തിനാ? ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒരു എക്സാമ്പിൾ ആക്കി എടുത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കല്ല് വെച്ച് അതിൻ്റെ തറ പണിയണം. അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വെച്ച് അതിൻ്റെ ചുമര് പണിയണം. പിന്നെ നല്ല ക്വാളിറ്റി വെച്ച് സിമെൻറ്റ് വെച്ച് എല്ലാം തേക്കണം. ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ഈ ആക്ടിവിറ്റി തീരാനായിട്ട് നമുക്ക് അതിന് വെള്ളം പീരിയോഡിക്കലി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓവറോൾ സ്ട്രെങ്ത് അറ്റ് ടു ദ മാക്സ് ആവില്ല. അപ്പോൾ ഇതേ കാര്യം ഞാനൊരു ഹ്യൂമൻ ബോഡി വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് തരം ആൾക്കാരെ എടുക്കാം. ഒരാൾക്ക് ഫാറ്റ് കുറയണം, ഒരാൾക്ക് മസിൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഫാറ്റ് കുറയുന്ന ആൾ ഡെയിലി ജിമ്മിന് പോകണു, എന്നും വർക്കൗട്ട് ചെയ്യണു, ഡെയിലി 10,000 to 20,000 സ്റ്റെപ്പ് വെച്ച് നടക്കണു. രണ്ടാമത്തെ ആൾ മസിൽ ബിൽഡ് ചെയ്യുന്ന ആളും ഡെയിലി ജിമ്മിന് പോകണു, പ്രോപ്പറായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഇതിനപ്പുറം വെയിറ്റ് കുറയേണ്ട ആൾ ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. ആളൊരു രീതിയിലും കാലറി ഡെഫിസിറ്റ് ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു രീതിയിലും തടി കുറയാൻ പോകണില്ല. അതുപോലെ ജിമ്മിന് പോകുന്ന ആളാവട്ടെ, ആള് എന്നും വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷെ ആൾ ഒരു രീതിയിലും ഡയറ്റ് നോക്കാതെ അപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കുകയാണ്. ഒരു രീതിയിലും പ്രോട്ടീൻ ഗോൾസ് ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആൾ മസിൽ ബിൽഡ് ചെയ്യാൻ പോകണില്ല. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ തലകുത്തി മറന്നു വർക്കൗട്ട് ചെയ്താലും ഒരു രീതിയിലും ബോഡിയിൽ ഒരു ചേഞ്ചും കാണാൻ പോകണില്ല. പിന്നെ എല്ലായിടത്തും കാണും ഡയറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ കളിയാക്കലും പുച്ചിക്കലും കാണുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ. അവരൊന്നും മൈൻഡ് പോലും വേണ്ട ഗൈസ്.